ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ആദ്യമായിട്ട് ഞാൻ 8:30ക്ക് എണീറ്റു. അതും അലാമൊന്നും ഇല്ലാതെ തന്നെ. എണീറ്റ് വന്നപ്പോഴേ കിച്ചണിലെ ചെറിയ രീതിയിലൊരു ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇന്നെന്തായാലും മഴയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ക്യാൻഡിൽ അങ്ങ് കത്തിക്കാമെന്ന് വെച്ചു. നല്ല മൂടാവട്ടെ. ഈ ക്യാൻഡിൽ ഞാൻ B&M നിന്ന് മേടിച്ചായിരുന്നേ. 3 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ. ഇപ്പോഴും ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്കെപ്പോഴും ഞാനിതൊന്ന് കണ്ടായിരുന്നു. അന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ക്യാൻഡിലൊന്ന് സെർച്ച് ചെയ്തെടുക്കാൻ കുറച്ച് പാടുപെട്ടായിരുന്നു. കാരണം ഈ ക്യാൻഡിലിൻ്റെ ഷെല്ലിൽ കുറച്ച് കോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒത്തിരി ഇൻട്രോ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് J&S. മഴയൊന്നുമില്ലെങ്കിലും കാറ്റിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ല കാറ്റ് തന്നെയാണ് ഇവിടെ. ഇന്നലെ നമ്മൾ ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നോ? ഇന്നതാ അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കഴിഞ്ഞ് വെയിലൊക്കെ വരികയാണെങ്കിൽ വിൻഡോ ഓപ്പൺ ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ വിൻഡോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റടിക്കും വീട്ടിനകത്ത്. കോഫിയൊക്കെ ഞാൻ വെക്കുന്നതിന് മുന്നേ തന്നെ തലേ ദിവസം കഴുകിയ പാത്രങ്ങളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാനത് എടുത്ത് വെക്കുന്ന പതിവുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇപ്പോൾ വേണ്ടതും ഇപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് പിന്നെ പതുക്കെ ആയിരിക്കും ഞാനത് എടുത്തൊക്കെ വെക്കുന്നത്. ഈ ബൗൾസൊക്കെ ഇന്നലത്തെ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയതിൻ്റെയൊക്കെയാണ്. പിന്നെ മിക്സറി ജാറും അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു. പ്ലാന്റ് പോട്ടും മറ്റ് സെറാമിക് പോട്ടൊക്കെ എടുത്ത് വെക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആയിരുന്നത്. പക്ഷേ എൻ്റെ ഇന്ന ഭാഗം ഒന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് കോഫി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിലോട്ട് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് മുട്ടയ്ക്കകത്ത് മുക്കിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് റീൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് പപ്പ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ അത് ഉണ്ടാക്കത്തുള്ളൂ. ഇത് ഞാനിങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പാലൊന്ന് തിളച്ച് വരാനായിട്ടാണ്. അത് എങ്ങാനും എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ട് വീഴും. യൂഷ്വലി ഞാൻ ഇങ്ങനെ കഴിക്കാൻ നേരത്ത് ഒരു 3 ബ്രെഡ് വെച്ചിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ആകെ 2 ബ്രെഡ് എടുക്കുന്നുള്ളൂ. എനിക്ക് 3 ബ്രെഡ് കഴിക്കാനായിട്ട് വലിയ മൂഡൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ബ്രെഡ് കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ ബ്രെഡിനെ എക്സ്പയറി ഡേറ്റിന് മുന്നേ തീർക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ബ്രെഡൊക്കെ കഴിക്കുന്നത്. പിന്നെ അച്ചു ഇല്ലാത്ത സമയത്താണെങ്കിൽ എന്ന് വെച്ചാൽ അച്ചുവിനിപ്പോൾ നൈറ്റോ അങ്ങനത്തെ വല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ള സമയം വല്ലതും ആണെങ്കിൽ അങ്ങനെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും തട്ടിക്കുട്ടിയൊക്കെ ആയിരിക്കും കഴിക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ ശരിക്കും നടക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ കേസിൽ ഹോളിഡേയ്സിൽ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ അവധീസ് കിട്ടുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ശരിക്കും നല്ല രീതിയിൽ കഴിക്കുന്നത്. 2 പേർക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണെങ്കിൽ ഡ്യൂട്ടിയുടെ ദിവസം കഴിപ്പൊന്നും പ്രതീക്ഷിക്കേ വേണ്ട. ആകെ നല്ലതായിട്ട് കഴിക്കുന്നത് ഡിന്നർ ടൈമിലായിരിക്കും. മോർണിംഗും ലഞ്ചും ഒന്നും കഴിക്കത്തേ ഇല്ല. അങ്ങനെ ഇരിക്കും. വല്ല ലൈറ്റായിട്ട് വല്ല അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് പരിപാടികൾ. ആദ്യം ഞാൻ തുടങ്ങിയത് ജോബ് സെർച്ചിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചേറെ ആപ്ലിക്കേഷൻസ് അയക്കാനായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അയച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. പിന്നെ ഇനി എനിക്ക് തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. അപ്പോൾ 2 സെറ്റ് തുണി ഞാൻ അലക്കി വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ 2-3 ദിവസം മുന്നേ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് തുണി അലക്കാനായിട്ട് ഇടണം. മടക്കിയ തുണിയെല്ലാം ഞാൻ ഈ ഹോളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. കാരണം അച്ചു കിടന്ന് ഉറങ്ങുവാണല്ലോ. അപ്പോൾ റൂമിലോട്ട് എനിക്ക് എന്തായാലും പോകാനായിട്ട് പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ അച്ചു എന്തായാലും എഴുന്നേക്കും. ഇനിയിപ്പോൾ അലക്കാനുള്ള തുണി ഞാൻ ഓരോന്നോരോന്നായി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ കിച്ചനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓപ്പൺ സ്പേസിൽ കിടക്കായിരുന്നെങ്കിൽ പിന്നെ എനിക്കത് ഇഷ്ടപ്പെടായിരുന്നു. പക്ഷേ ഇതിപ്പം ഡോറൊക്കെ എപ്പോഴും പോയി തുറക്കണം, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്നലെ വാട്ടർ ചെയ്ത പ്ലാന്റ്സ് എല്ലാം ഞാൻ തിരിച്ചൊന്ന് എടുത്ത് വെക്കാമെന്നുള്ള രീതിയിലാക്കി. ഇപ്പം സമയം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ ഉണ്ടാക്കിയ മന്തി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കട്ട്ലേറ്റും അച്ചു ഉണ്ടാക്കിയ ചിക്കൻ കറിയും. എനിക്ക് അച്ചുവിനും ലഞ്ചോ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമെന്ന് ഭയങ്കര ഇതുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഉണ്ടാക്കിയ ദുബായ് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് കഴിക്കാമെന്ന് വെച്ചു. ഈ പ്രാവശ്യത്തെ ദുബായ് ചോക്ലേറ്റ് ഞാൻ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത്. വേർമിസെല്ലിയും മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ ഇന്നർ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തത്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ബട്ടറും വേർമിസെല്ലി ആ ഒരു മിക്സാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. അച്ചുവിനും അത് തന്നെയാണ് ഇഷ്ടമായത്. അങ്ങനെ കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിയിരുന്നിട്ട് ഇപ്പോൾ അതാ സന്ധ്യ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 4 മണിക്കാണ് സന്ധ്യയൊക്കെ ആവുന്നത്. വിൻ്റർ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പെട്ടെന്ന് അങ്ങ് സന്ധ്യ ആവുന്നത്. കാരണം പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരു മൂഡും കാണത്തില്ല ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്ത് വല്ലതും പോകാനായിട്ട് പോലും. പക്ഷേ ഇപ്പം സിറ്റി സെൻറ്റേഴ്സിലൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്ത് പോകാനായിട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് മൂഡൊക്കെ ഉണ്ട്. ഇന്നെന്തായാലും എനിക്കങ്ങനെ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ പൊതുവെ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിൽ തലേ ദിവസം
രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ മൂഡൊക്കെ അങ്ങ് മാറും. ഇനി നാളെ ഡ്യൂട്ടി ഉണ്ടല്ലോ എന്ന് അങ്ങനെയൊക്കെ ഓർത്തിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചൊരു കാര്യമാണ് ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷെൽഫിലുള്ള കുറച്ച് ബോട്ടിൽസിൽ ഞാൻ കുറച്ച് പൊടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൊടികളിനൊക്കെ എനിക്കിന്ന് നെയിം ചെയ്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. മൈദ, റവ പൗഡർ, അപ്പം പൊടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് നെയിം ചെയ്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ കൈയോടെ ഇപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് നാളത്തേക്കെന്നുള്ള ആ നീട്ടിലങ്ങ് മാറ്റി കിട്ടുമല്ലോ. റവ എന്നുള്ള എഴുതിയില്ലെങ്കിൽ എനിക്കത് റവയെന്ന് മനസ്സിലാവും. പിന്നെ ഒരു ബോട്ടിലായിട്ട് മാത്രം എന്തിനാ ഞാനങ്ങനെ എഴുതാതിരിക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഷെൽഫ്. ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിസ്തയുണ്ട്, ബദാമുണ്ട്, പിന്നെ അതിൻ്റെ താഴെ ഓട്സിൻ്റെ ഇച്ചിരി ഒരു ഭാഗം കിടപ്പുണ്ട്. പിന്നെ മറ്റ് 2 ഇത് കാലിയായിട്ടാണ് കിടക്കുന്നത്. ഇവിടാണ് ഞാൻ അരിയൊക്കെ ഇട്ട് വെക്കുന്നത്. ഇതിപ്പം എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി അരിയൊക്കെ മേടിക്കണം. ഇതൊരു 10 kg അരി ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ഇത് ഞാൻ തെമൂന്നാണ് മേടിച്ചത്. ആദ്യം ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഷീനിൽ നിന്ന് എനിക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നപ്പോഴാണ് ഞാൻ തെമൂന്ന് മേടിച്ചത്. ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചേറെ ബോട്ടിൽസൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഈ ബോട്ടിൽസൊക്കെ ഒന്ന് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ആ റൈസ് കണ്ടെയ്നറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ ബോട്ടിൽസ് എല്ലാം വെക്കാമെന്ന് വെച്ചു. കാരണം ഇപ്പോഴൊന്നും ഞാൻ ഈ ബോട്ടിൽസ് ഒന്നും ഉപയോഗിക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വെച്ചു. അങ്ങനെ നമുക്ക് പാൽപ്പൊടി ഉണ്ട് കേട്ടോ ഇവിടെ. അത് ഞാൻ വേറൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ മേടിച്ചതായിരുന്നു. അതും അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെച്ചും ഓരോ സ്പൂണൊക്കെ ഇട്ട് പാൽപ്പൊടി അങ്ങനെ എടുത്ത് തിന്നും കേട്ടോ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു ഏരിയ സെറ്റായി. ഇനിയിപ്പോൾ അടുത്ത ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ കിച്ചണിൽ എൻ്റെ മിക്സിയും കെറ്റിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നമ്മൾ അൽഡിയിൽ നിന്ന് മേടിച്ച യോഗേർട്ടിൻ്റെ ബോട്ടിൽസാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. അതിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വെച്ചേക്കാണ്. ഇത് ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് മേടിച്ച ഒരു പ്ലാന്റാണ്. ഇത് പ്രയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കും. പിന്നെ രാവിലെയൊക്കെ ആകുമ്പം അങ്ങനെ സ്പ്രെഡായി കിടക്കും. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു പ്രയർ പ്ലാന്റ് ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ മുല്ലറിൻ്റെ ഒരു ടോഫി ഫ്ലേവർ ആയിട്ടുള്ള ആ ഒരു യോഗട്ട് എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാവിലെ കത്തിച്ച് വെച്ച ആ ഒരു ക്യാൻഡിൽ കിടത്താമെന്ന് വെച്ചു. കാരണം ഞാൻ ഉറങ്ങാനായിട്ട് പോവാണ്. നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയന്ത സൈനിങ് ഓഫ്. ബൈ.